കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 2 ദിവസമായിട്ട് ന്യൂസ് പേപ്പർ ഡിസ്കസ് ചെയ്യുന്നില്ല. കാര്യം എന്തായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ കാണുന്നവർക്ക് അറിയാം. ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് കുറച്ച് ത്രോട്ട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഇപ്പോഴത് കംപ്ലീറ്റ്ലി ക്ലിയർ ആയിട്ടില്ല. പക്ഷെ സ്റ്റിൽ ഞാനൊരു ട്രൈ നടത്തി നോക്കിയാണ്. കാരണം നമുക്ക് പെൻഡിങ് ആയിട്ട് ഒരുപാട് പോകാൻ പാടില്ലല്ലോ. അപ്പോൾ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് 10 injured in blast at ബംഗളൂരു ഈറ്ററി എന്ന് പറയുന്നൊരു ന്യൂസാണ്. അതൊരു ടെററിസ്റ്റ് അറ്റാക്ക് ആണോ എന്ന് സംശയമുണ്ട്. ഒരു ബാംഗ്ലൂരിലെ റെസ്റ്റോറൻറ്റിൽ ഇന്നലെ ഒരു എക്സ്പ്ലോഷൻ നടന്നു. ആരും മരിച്ചിട്ടില്ല, പക്ഷേ അത്യാവശ്യം ഇഞ്ചേർഡ് ആയിട്ടുണ്ട് ചില ആൾക്കാർ. അതാണ് ഒന്നാമത്തെ ന്യൂസ്. അത് വേറെ ഒന്നും പറയാനില്ല. അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ GST കളക്ഷൻസ് അപ്പ് 12.54% ഇൻ ഫെബ്രുവരി. ഇതിൽ പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല. ഓരോ മാസവും GST കളക്ഷൻ ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ ഏറ്റവും ഹയസ്റ്റ് 4ാമത്തെ കളക്ഷനാണ് ഇന്നലെ കിട്ടിയിരിക്കുന്നത്. 1.68 lakh crore ആണ് ഫെബ്രുവരിയിലെ GST കളക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ മാർച്ച് ആയല്ലോ, മാർച്ച് ആകുമ്പോൾ ഫെബ്രുവരിയിലെ റിസൾട്ടാണ് വരുന്നത്. അപ്പോൾ GST കളക്ഷൻ ഇത്രയും കൂടിക്കൊണ്ടിരിക്കുന്നതാണ് ഗവൺമെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഗവൺമെന്റിന് അണ്ടർ കൺട്രോളിൽ നിർത്താൻ പറ്റുന്നത്. 5.8% ഓഫ് GDP ആയിട്ട് ഗവൺമെന്റ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്, ഗവൺമെന്റിന്റെ കടം, ഫിസ്ക്കൽ ഡെഫിസിറ്റ്, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നുള്ള ഡിഫറൻസ്, ഫിസ്ക്കൽ ഡെഫിസിറ്റ് 5.8% ഓഫ് GDP ആയിട്ട് നിലനിർത്തുന്ന ഉറപ്പായി കഴിഞ്ഞു. കാര്യം ഇന്നലത്തെ ഹിന്ദു, ഞാൻ ഇപ്പോൾ ഇത് കഴിഞ്ഞ് ഡിസ്കസ് ചെയ്യും. ഇന്നലത്തെ ഹിന്ദുവിൽ അതിനെക്കുറിച്ച് ഒരു ന്യൂസ് ഉണ്ട് ബിസിനസ് പേജിൽ. അപ്പോൾ ഗവൺമെന്റ് 5.9% ഓഫ് GDP ആയിട്ടാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് നിർത്താൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അതിനേക്കാളും താഴെയാണ് കടം കുറയ്ക്കാൻ പറ്റുന്നുണ്ട് ഗവൺമെന്റ്. Only because of the fact that GST is increasing substantially and on the other hand income tax is also increasing. Okay, അപ്പോൾ ഇൻകം ടാക്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതേ സമയത്ത് GST ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല അതിന്റെ കാരണം. ഇതുകൊണ്ട് നല്ല രീതിയിൽ ഗവൺമെന്റിന് ഫിസ്ക്കൽ ഡെഫിസിറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. പ്ലസ് ഗവൺമെന്റ് ക്യാപെക്സും കുറച്ചുണ്ട്. ക്യാപെക്സ് മീൻസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഗവൺമെന്റ് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ്. അത് ഇപ്പോൾ ജാനുവരിയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഗവൺമെന്റ് കുറച്ചു. അതൊരു റീസൺ ആണ്. അപ്പൊ ഇതെല്ലാം കൊണ്ട് ഗവൺമെന്റിന് ഫിസ്ക്കൽ ഡെഫിസിറ്റ് അണ്ടർ കൺട്രോളിൽ നിർത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് GST കുറിച്ചുള്ള ന്യൂസിന് ഫർദർ ആയിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. GST ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എപ്പോഴും ഞാൻ പറയുന്നത് CBIC എപ്പോഴും അറിയണം. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ്. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ് ആണ് GST കളക്ട് ചെയ്യുന്ന ഏജൻസി, അല്ലെങ്കിൽ GST ആയിട്ട് ബന്ധപ്പെട്ട ഇന്ത്യയുടെ കൺസേൺ ഏജൻസി എന്ന് പറയുന്നത്. അത് അറിഞ്ഞിരിക്കുക. പിന്നെ GST എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. CGST, SGST ആൻഡ് IGST, 3 ടൈപ്പ് ഓഫ് GSTs ആണ് ഉള്ളത്. പിന്നെ GST നമ്മൾ ഈ അപ്ലോഡ് GST ആയിട്ട് ബന്ധപ്പെട്ട ഡാറ്റാസ് ഒക്കെ നമ്മൾ റിയൽ ടൈമിൽ അപ്ലോഡ് ചെയ്യും, മാച്ച് ചെയ്യുക ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് ഉണ്ട്. അതിന്റെ പേര് GSTN എന്നാണ്. അത് പറഞ്ഞിരിക്കണം, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക്. പിന്നെ അവിടെ മുകളിലൊന്നും പറയാനില്ല. താഴോട്ട് വരുമ്പോൾ മുകളിൽ ന്യൂസ് ഉണ്ട്, നമുക്ക് ആവശ്യമുള്ളതല്ല. താഴോട്ട് വരുമ്പോൾ ഹിമാചൽ റിമെയിൻസ് ഓൺ ദ ബോയിൽ ആസ് മിനിസ്റ്റർ മീറ്റ്സ് റബൽ കോൺഗ്രസ് MLAs വിസിറ്റ്സ് ഡൽഹി എന്നൊരു ന്യൂസ്. ഹിമാചൽ പ്രദേശിൽ കുറച്ച് പൊളിറ്റിക്കൽ ക്രൈസിസ് ഉണ്ട്. ഹിമാചൽ പ്രദേശിലെ സുഖ്വീന്ദർ സിംഗ് സുഖു ആണല്ലോ ഹിമാചൽ പ്രദേശിലെ ചീഫ് മിനിസ്റ്റർ. ഇറ്റ്സ് എ കോൺഗ്രസ് ഗവൺമെന്റ്. കോൺഗ്രസ് ഈസ് റണ്ണിംഗ് ഓൺലി 2 governments in India independently, കർണാടക ഗവൺമെന്റ് ആൻഡ് ഹിമാചൽ പ്രദേശ് ഗവൺമെന്റ്. 3 governments. തെലങ്കാന ഈസ് ഓൾസോ ദെയർ. അപ്പൊ അങ്ങനെ 3 governments മാത്രമാണ് ഇന്ന് കോൺഗ്രസിന്റെ ചീഫ് മിനിസ്റ്റേഴ്സ് ഉള്ളത്. അതിൽ ഹിമാചൽ പ്രദേശ് ഒരു പക്ഷേ അവർക്ക് നഷ്ടപ്പെട്ടേക്കാം. കാരണം ഹിമാചൽ പ്രദേശിൽ കുറെ MLAമാർ കൂറുമാറി വോട്ട് ചെയ്തു രാജ്യസഭ ഇലക്ഷനിൽ. അപ്പൊ അങ്ങനെ ഒരു ക്രൈസിസിലാണ് ഹിമാചൽ പ്രദേശിലെ ഗവൺമെന്റ്, സുഖ്വീന്ദർ സിംഗ് സുഖു ഗവൺമെന്റ്. അപ്പോ അതാണ് മറ്റൊരു ന്യൂസ്. പിന്നെ താഴോട്ട് വരുമ്പോൾ ഉള്ള ന്യൂസുകളിൽ വേണ്ട, താഴോട്ടുള്ള ന്യൂസുകൾ നമുക്ക് ആവശ്യമില്ല. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ് നെക്സ്റ്റ് പേജിലേക്ക് പോകുന്നു. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ ഫുൾ പൊളിറ്റിക്കൽ ന്യൂസ് ആണെന്നാണ് എന്റെ വിശ്വാസം. ആസാം ബ്രേസസ് ഫോർ ആന്റി CAA പ്രൊട്ടസ്റ്റ്. അത് എന്താണ് കാര്യം നിങ്ങൾക്കറിയാം. സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ 1-2 ആഴ്ചക്കകം അതിന്റെ എല്ലാ നിയമങ്ങളും അതിന്റെ റൂൾസ് ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ട CAA ഇന്ത്യയിൽ നടപ്പാവും. 2019 CAA ഇന്ത്യയിൽ ആക്ട് വന്നതാണ്, പാർലമെന്റിൽ പാസ്സായതാണ്. പക്ഷെ അത് ഗ്രൗണ്ട് ലെവലിൽ ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടില്ലായിരുന്നു. അതിന് വേണ്ടി പ്രത്യേക റൂൾസ് ഒക്കെ ഉണ്ടാക്കും. അപ്പൊ ആ റൂൾസ് ഒക്കെ ഹോം മിനിസ്റ്റർ ഉണ്ടാക്കി കഴിഞ്ഞെന്നാ പറയുന്നത്. ഈ മാസം മുതൽ ലോക്സഭ ഇലക്ഷന് മുമ്പായിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടും. ആസാമിൽ എന്തുകൊണ്ട് ഇത് എതിർക്കപ്പെടുന്നത്? അതിന്റെ റീസൺ ആസാം അക്കോർഡ് എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. അതിന്റെ കാര്യമൊക്കെ ഞാൻ മുമ്പ് ഇവിടെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ആസാം എന്ന് പറയുന്നത് 1971 ഇന്ത്യ ബംഗ്ലാദേശ് വാറിന്റെ സമയത്ത് ഒത്തിരി ബംഗ്ലാദേശി ഇല്ലീഗൽ ഇമിഗ്രൻസ് ഇന്ത്യയിലേക്ക് കടന്നു വന്ന സമയമാണ്. അത് തൊട്ട് ഇങ്ങോട്ട് കുറെ കാലം. അപ്പോൾ അത് അസാമിന്റെ ഡെമോഗ്രഫി ചേഞ്ച് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോയി. അസാമിലെ
സബ്സ്റ്റാൻഷ്യൽ ബംഗ്ലാദേശി പോപ്പുലേഷൻ, അതിൽ റിലീജിയൻ ഒന്നും പറയേണ്ട, മുസ്ലിം ഹിന്ദു എല്ലാം ഉണ്ട് അവിടെ നിന്നുള്ള ഇന്ത്യയിൽ വന്നു. ആസാമിൽ മെയിൻലി അവർ ഇൻഹാബിറ്റ് ചെയ്തത്. ദാറ്റ് സബ്സ്റ്റാൻഷ്യലി ചേഞ്ച് ഡെമോഗ്രാഫിക് പാറ്റേൺ ഓഫ് ആസാം. അപ്പോൾ അത് അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരിൽ വലിയ പ്രതിഷേധവും അമർഷവും ഒക്കെ ഉണ്ടാക്കി. കാരണം അവരുടെ റിസോഴ്സസ് ബംഗ്ലാദേശികൾ വന്ന് ഉപയോഗിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അവിടെ വലിയ അജിറ്റേഷൻസ് ഉണ്ടായി. ആ അജിറ്റേഷൻസിനെ അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു ആസാം അക്കോർഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ബേസിലാണ് പിന്നീട് അവിടെ പിന്നെ ഈ സിറ്റിസൺഷിപ്പ് അവിടെ ഈ ഇതൊക്കെ വരുന്നുണ്ടല്ലോ, അതിന്റെ പേര് ഞാൻ മറന്നുപോയി, ഈ രജിസ്ട്രി, നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ്, NRC നടപ്പാക്കുന്നുണ്ട് ആസാമിൽ. അതെന്ന് പറഞ്ഞാൽ ഈ 1971 ശേഷം ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത ബംഗ്ലാദേശികളെ പുറത്താക്കാൻ വേണ്ടി 71 മുമ്പ് വന്നവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കും. അപ്പോൾ NRC, നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ് ഒക്കെ അവിടെ വരാൻ കാരണം ഈ ആസാം അക്കോർഡിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ പിന്നീട് ഇപ്പം വീണ്ടും വന്നേക്കുന്ന എന്താണ്, 2014 മുമ്പ് ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത ബംഗ്ലാദേശികളും പാകിസ്ഥാനികളും അഫ്ഗാനിസ്ഥാനികളും ആയിട്ടുള്ള മുസ്ലിംസ് അല്ലാത്ത മറ്റ് മൈനോറിറ്റീസിന് ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ് കൊടുക്കാൻ. അപ്പൊ അവർ കൂടുതൽ പേര് ആസാമിലോട്ടൊക്കെ തന്നെയാണ് മൈഗ്രേറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ വീണ്ടും ആസാമിൽ ഈ പറഞ്ഞ ഒരു ക്രൈസിസ് ഉണ്ടാവും. അവിടെ ഇല്ലീഗൽ ഇമിഗ്രൻസിന് ഒരുപാട് പേർക്ക് അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടിയാൽ വീണ്ടും അവിടുത്തെ റിസോഴ്സസ് ഒക്കെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യേണ്ടി വരും എന്നുള്ള പേടിയുടെ അടിസ്ഥാനത്തിലാണ് ഇവരിപ്പോൾ വീണ്ടും അവിടെ അജിറ്റേഷൻസ് ഒക്കെ അഗെയിൻസ്റ്റ് CAA സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, ആസാം. പിന്നെ ബാക്കി ന്യൂസുകൾ നമുക്ക് പറയാനുള്ളത് ഇല്ല, വേറെ ന്യൂസ് നമുക്ക് അവിടെ ആവശ്യമുള്ളതല്ല. നെക്സ്റ്റ് പേജിലേക്ക് പോവാം. നെക്സ്റ്റ് പേജ് പോകുമ്പോൾ എഡിറ്റോറിയൽസ് ആണ്. ഫസ്റ്റ് എഡിറ്റോറിയൽ, ഇതിനെക്കുറിച്ച് ആക്ച്വലി സയന്റിഫിക്കലി പറഞ്ഞതാണെന്ന് എനിക്ക് അറിയത്തില്ല. ഡീകോഡിങ് ദ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ. അതിന്റെ കാരണം സയന്റിഫിക്കലി പറഞ്ഞിട്ട് അറിയാത്തതിന്റെ കാര്യം വേറെ ഒന്നുമല്ല. 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഈ സബ്ജക്ട് പഠിച്ചിട്ടില്ല. 10ാം ക്ലാസ് വരെ ഞാൻ അത് പഠിച്ചിട്ടുള്ളൂ. അപ്പം അതായത് ഇത് ജീനോം സീക്വൻസിങ്ങും മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പം ബേസിക് ബയോളജി ആയിട്ട് ബന്ധപ്പെട്ട വലിയ അറിവൊന്നും എനിക്കില്ല, സുവോളജി, ബോട്ടണി ഒന്നും. അപ്പം അതുകൊണ്ട് തന്നെ ബയോടെക്നോളജിയെ കുറിച്ചൊന്നും എനിക്ക് വലുതായിട്ട് അറിഞ്ഞുകൂടാ. അപ്പം നിങ്ങളിത് വായിച്ച് മനസ്സിലാക്കുക. ഇത് വേറൊന്നുമല്ല, ഇന്ത്യ ഒരു ഞാനതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു ജീനോം ഇന്ത്യ പ്രോജക്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഇന്ത്യയിൽ നടപ്പാക്കി. അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ജീനോം ഇന്ത്യ പ്രോജക്ട് ഇത് ഏതാണ്ട് 10,000-ഓളം ഇന്ത്യൻ ആൾക്കാരുടെ ജിനോം സീക്വൻസ് അനലൈസ് ചെയ്ത് അതിന്റെ ഒരു ഡേറ്റാബേസ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ്. ഇത് വലിയൊരു പ്രോജക്റ്റ് ആണ്. അപ്പൊ അത് കഴിഞ്ഞു. ഏതാണ്ട് 10,000-ഓളം പേരുടെ ആ ഒരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞു, ആ ഒരു ഡേറ്റാബേസ്. ആ ഡേറ്റാബേസ് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഉള്ള ഗുണം എന്ന് പറയുന്നത് ഇന്ത്യയിൽ പല ഡിസീസസിനും എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാനും കുറച്ചുകൂടെ എഫക്റ്റീവ്ലി അതൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റുമെന്നാണ്. അപ്പം അതിനെ കുറിച്ചുള്ള ഒരു എഡിറ്റോറിയലാണ്, മനസ്സിലായോ? അപ്പൊ ഇത് സ്പെസിഫിക്കലി ഇന്ത്യക്കാരുടെ ഇടയിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം നടത്തി അതിന്റെ റിസൾട്ട് ഉണ്ടാകുന്ന ആദ്യമായിട്ടാണ്. ഇപ്പൊ കുറെ വർഷങ്ങളായി തുടങ്ങിയിട്ട്. 2006-ലോ 2009-ലോ ഒക്കെ അതിന്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തതാണ്. മോഡി ഗവൺമെന്റ് മാത്രമായിട്ട് ചെയ്തതല്ല. അപ്പൊ എന്തായാലും അത് കുറച്ചു കാലത്തെ എഫേർട്ടിന്റെ അവസാനം ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാവുന്നു. ദാറ്റ് ഈസ് ഫോർ ഗുഡ് ഫോർ ഓൾ ദ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ എഡിറ്റോറിയൽ, റീകോഡിംഗ് ദ സ്ക്രിപ്റ്റ്. നിങ്ങൾക്ക് എന്നെക്കാരും ഇത് വായിച്ചാൽ മനസ്സിലാവും. ഇതിന്റെ ബേസിക് കണ്ടന്റ് ഇതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും +2 പഠിക്കുന്ന സമയത്തൊക്കെ ബയോളജി ഒക്കെ പഠിച്ചുള്ള ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ അതിനെക്കുറിച്ച് അറിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിക്കോളുക. എത്ര എനിക്കിത് പറയാനുള്ളൂ. രണ്ടാമത്തെ എഡിറ്റോറിയൽ വൾനറബിൾ ടു ക്രിറ്റിസിസം എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ. ഇത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് സുപ്രീം കോർട്ടിന്റെ ഒരു വിധിയെ കുറിച്ചാണ്. സുപ്രീം കോർട്ടിന്റെ വിധി എന്താണെന്ന് വെച്ചാൽ ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തമിഴ്നാട്ടിലെ ഇല്ലീഗൽ സാൻഡ് മൈനിങ്ങിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ഇല്ലീഗൽ സാൻഡ് മൈൻ എന്ന് വെച്ചാൽ മണല് ഇല്ലീഗലി ലൈസൻസ് ഒന്നും ഇല്ലാതെ എടുത്ത് ഉപയോഗിക്കുന്നുണ്ടുള്ള പാരിസ്ഥിതികമായിട്ടുള്ള എൻവയോൺമെന്റൽ ആയിട്ടുള്ള ഇമ്പാക്ട്സ് ഒരുപാട് ഉണ്ടാവും. അതല്ലാതെ ഇതൊരു റിസോഴ്സാണ്. ആ റിസോഴ്സ് ഒരുപാട് സ്റ്റേറ്റിന് നഷ്ടപ്പെടും. പക്ഷേ ഇത് സ്റ്റേറ്റിന്റെ കൂടെ പിന്തുണയോടുകൂടി ഇത് അഴിമതിയാണ് നടക്കുന്നതെന്നൊരു ആരോപണമുണ്ട്. ഈ അഴിമതി പണം ബ്ലാക്ക് മണിയാണ്. ഈ ബ്ലാക്ക് മണിയുടെ പ്രൊസീഡിങ്സ് എങ്ങനെ ഉപയോഗപ്പെടുന്നു, ഇതൊക്കെയാണല്ലോ EDക്ക് അന്വേഷിക്കാൻ പറ്റുന്നത്. അല്ലാതെ മറ്റു കാര്യങ്ങൾ EDക്ക് അന്വേഷിക്കാൻ പറ്റില്ല. തമിഴ്നാട്ടിൽ തന്നെ പോലീസ് ഫയൽ ചെയ്തൊരു കേസിന്റെ അടിസ്ഥാനത്തിൽ ED അന്വേഷണം ഏറ്റെടുത്തു. അവർക്ക് ആ അന്വേഷണം ഏറ്റെടുക്കാനുള്ള പവർ കൊടുക്കുന്ന നിയമമാണ് PMLA. അതുകൊണ്ടാണ് PMLA ഒത്തിരി എതിർക്കപ്പെടുന്നത്, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്. ഇത് സ്റ്റേറ്റുകളുടെ പോലും
അധീനതയിലുള്ള കേസുകളിൽ ഇഡിക്ക് കയറി അന്വേഷണം നടത്താൻ പറ്റും. അതുകൊണ്ടാണല്ലോ ഈ കരുവന്നൂർ എന്നൊക്കെ പറഞ്ഞ നമ്മളെ കേരളത്തിലെ കോഓപ്പറേറ്റീവ് ബാങ്കിൽ തൃശ്ശൂരിൽ ഹൺഡ്രഡ്സ് ഓഫ് ക്രോഡ്സിന്റെ അഴിമതി ഉണ്ട്. അപ്പോൾ ഇഡിക്ക് അതിൽ ഡയറക്റ്റ്ലി അന്വേഷണം നടത്താൻ പറ്റത്. അതിൽ ബ്ലാക്ക് മണിയുടെ ഒരു ഇതുള്ളത് കൊണ്ട് PMLA ആക്ടിന്റെ പരിധിക്ക് അത് വരും. അപ്പൊ അങ്ങനെ തമിഴ്നാട്ടിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്ട്രിക്ട് കളക്ടർമാർ, ഇത് നടന്ന ഇല്ലീഗൽ സാൻഡ് മൈനിങ് നടന്ന ഡിസ്ട്രിക്റ്റുകളുടെ ഡിസ്ട്രിക്ട് കളക്ടർമാർ അവർ വിളിച്ചു വരുത്താൻ തുടങ്ങി. അപ്പൊ തമിഴ്നാട്ടിലെ സർക്കാർ ഇതിനെ എതിർത്തു. അങ്ങനെ കളക്ടർമാരെ വിളിക്കാനെന്നുള്ള അവകാശം ഇഡിക്കില്ല. ദാറ്റ് ഈസ് ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് ഫെഡറൽ സ്ട്രക്ചർ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു. അപ്പൊ മദ്രാസ് ഹൈക്കോടതി അത് അക്സെപ്റ്റ് ചെയ്തു. മദ്രാസ് ഹൈക്കോടതി അതുകൊണ്ട് അത് സ്റ്റേ ചെയ്യാൻ ചെയ്തു ഇഡിയുടെ ഈ അന്വേഷണം. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു സുപ്രീം കോടതി പോകും. സുപ്രീം കോടതി പോയപ്പോഴത്തേക്ക് സുപ്രീം കോടതിയിൽ ഇഡിക്ക് അനുകൂലമായിട്ടുള്ള വിധി വന്നു. അപ്പോൾ അതിനെ കുറിച്ചുള്ള എഡിറ്റോറിയലാണ് സെക്കൻഡ് എഡിറ്റോറിയൽ. അപ്പൊ അത് വായിച്ചു നോക്കുക. പിന്നെ ചേഞ്ച് ആൻഡ് കണ്ടിന്യൂറ്റി ഇൻ ഇന്ത്യസ് പാലസ്റ്റീൻ പോളിസി എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഉണ്ട്. നമ്മളത് പാലസ്റ്റീനുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ആർട്ടിക്കിളുള്ളത്. വേണമെങ്കിൽ വായിച്ചു നോക്കുക. പിന്നെ ഡെത്ത് പെനാൽറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമുണ്ട്. അപ്പൊ അത് നിങ്ങൾ താല്പര്യമുള്ള അതൊക്കെ വായിച്ചു നോക്കുക. എന്നിട്ട് നമ്മൾ ന്യൂസ് പേജിലേക്ക് പോകുമ്പോൾ ന്യൂസ് പേജിൽ വിത്ത് ചൈന ഔട്ട് ഇന്ത്യ ഫേം ടു ബിൽഡ് ശ്രീലങ്ക പവർ പ്രോജക്ട് എന്നൊരു ന്യൂസ് ഉണ്ട്. അത് ചൈനയുടെ അസിസ്റ്റൻസില് നോർത്തേൺ ശ്രീലങ്കയില്, അതായത് തമിഴ്നാടിനോട് ഏതാണ്ട് അടുത്ത് കിടക്കുന്ന ജാഫ്ന മേഖല, അവിടെയൊക്കെ കൂടുതൽ തമിലിയൻസ് ആണ്. അവിടെ ഒരു പവർ പ്രോജക്റ്റ് ചൈനയുടെ അസിസ്റ്റൻസോടുകൂടി ശ്രീലങ്ക സ്ഥാപിക്കാൻ തുടങ്ങി. ഇന്ത്യ അതിന് ശക്തമായി എതിർത്തു. കാര്യം തമിഴ്നാടിനോട് അടുത്താണ്. സോ ചൈനീസ് പ്രസൻസ് ദർ വിൽ ബി സ്ട്രാറ്റജിക്കലി പ്രോബ്ലമാറ്റിക് ഫോർ ഇന്ത്യ. സോ ഇന്ത്യ അതിനെ സ്ട്രോങ്ലി ഒപ്പോസ് ചെയ്തു. ഇപ്പൊ ചൈനയെ അതിൽ നിന്ന് ഔട്ടാക്കി ശ്രീലങ്കൻ ഗവൺമെന്റ്. എന്നിട്ട് ഇന്ത്യയെ ഇൻക്ലൂഡ് ചെയ്ത് ആ പ്രോജക്റ്റ് നടത്താൻ പോകണം എന്നുള്ളൊരു ന്യൂസാണ്. അത് വലിയ ന്യൂസ് ആയിട്ടുണ്ട്. അത് വേറെ ഒന്നും അങ്ങനെ പറയുന്നില്ല. എന്തായാലും മുമ്പാണെങ്കിൽ ശ്രീലങ്ക അങ്ങനെ ചൈനയെ ഔട്ടാക്കിയിട്ട് ഇന്ത്യയെ കൊണ്ടുവരത്തൊന്നുമില്ല. ഇപ്പൊ ശ്രീലങ്കയ്ക്ക് എക്കണോമിക് ക്രൈസിസ് ഉണ്ടായപ്പോൾ അവരെ ഏറ്റവും കൂടുതൽ കൈപിടിച്ച് സഹായിച്ചത് ഇന്ത്യയാണ്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ഇന്ത്യയെ തള്ളി പറയാൻ പറ്റില്ല. അവർ ഭാവിയിൽ തള്ളി പറഞ്ഞോളൂ. അതാണ് സാധാരണ സംഭവിക്കുന്നത്. അപ്പം ആ ഒരു ന്യൂസ് ഉണ്ട്. താഴോട്ട് വരുമ്പം സെൻട്രൽ സയൻസ് 5 കോൺട്രാക്ട്സ് ടു പ്രൊക്യൂർ ആംസ് ആൻഡ് അമ്യൂണിഷൻ ഫോർ ₹39,125 crore എന്നൊരു ന്യൂസ് ഉണ്ട്. അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അത് ഡിഫൻസിൽ കൂടെ ഇതിന് അക്യൂസിഷൻസ് നടന്നുകൊണ്ടേയിരിക്കും. ഒരു അമ്യൂണിഷൻസോ അല്ലെങ്കിൽ മറ്റേ ആംസോ ഒക്കെ അതിനെ കുറിച്ചുള്ള ന്യൂസാണ്. പിന്നെ ഇന്ത്യ ടു എസ്റ്റാബ്ലിഷ് ഇന്റർനാഷണൽ അലയൻസ് ടു പ്രൊട്ടക്ട് ബിഗ് കാറ്റ്സ് എന്നൊരു ന്യൂസ് ഉണ്ട്. അത് മസ്റ്റായിട്ട് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ന്യൂസ്. ബിക്കോസ് ഇത് ഇന്റർനാഷണൽ സോളാർ അലയൻസ് പോലെയാണ്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ഇന്റർനാഷണൽ സോളാർ അലയൻസിനെ കുറിച്ച്. ഇന്ത്യ ആദ്യമായിട്ട് ലോകത്തുണ്ടാക്കിയ ട്രീറ്റി ബേസ്ഡ് ഓർഗനൈസേഷനാണ് ISA, ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ട്രീറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻ സ്റ്റാർട്ടഡ് ബൈ ഇന്ത്യ ഇൻ ദ വേൾഡ് ആൻഡ് ഇറ്റ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് ഈസ് ഇൻ ഇന്ത്യ. അതാണ് അതിന്റെ പ്രത്യേകത. ഗുരുഗ്രാമിലാണ്, ഹരിയാനയിലെ ഗുഡ്ഗാവ് എന്ന് മുമ്പ് അറിയപ്പെട്ടിരുന്ന ഗുരുഗ്രാമിലാണ് ISA, ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. അതിൽ മോർ ദാൻ 100 കൺട്രീസ് ഇന്ന് പാർട്ടിസിപ്പൻസ് ആണ്. Same model, India is again going to form another treaty-based international organization, and its headquarters will be in India also, like International Solar Alliance. Headquarters എവിടെ നിന്ന് അവർ തീരുമാനിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. പക്ഷെ ഇന്ത്യക്കകത്തായിരിക്കും. അതിന് കൊടുത്തേക്കുന്ന പേര് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് എന്നാണ്. ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ്. ബിഗ് കാറ്റുകൾ എന്ന് അറിയപ്പെടുന്നതിനാണ് ടൈഗേഴ്സിനെയാണ്. ടൈഗേഴ്സ് ഇന്ന് ലോകത്ത് എക്സ്റ്റിങ്ഷൻ ഭീഷണി നേരിട്ടപ്പോൾ ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും 70-കളുടെയൊക്കെ തുടക്കത്തിൽ ഈ ബിഗ് കാറ്റുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോജക്ട് തുടങ്ങി. ഇന്ത്യയിലും പ്രോജക്ട് ടൈഗർ നടപ്പാക്കി. അങ്ങനെയാണ് ഒരുപാട് ടൈഗർ റിസർവ്സ് ഒക്കെ ഇന്ത്യയിൽ വന്നത്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റഡ് ടൈഗേഴ്സ് ഉള്ളത് ഇന്ത്യയിലാണ്. ഇന്ത്യക്ക് ഈവൻ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാൻ പറ്റും ടൈഗേഴ്സിന്. ഇപ്പൊ നമ്മൾ ചീറ്റയെ നമീബിയ എന്നും സൗത്ത് ആഫ്രിക്ക എന്നൊക്കെ കൊണ്ടുവന്നത് പോലെ പ്രോജക്ട് ചീറ്റയുടെ ഭാഗമായിട്ട്. അതുപോലെ ഇന്ത്യക്ക് മറ്റു രാജ്യങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഇപ്പം ഈ ഇടയ്ക്ക് നമ്മളുടെ എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് മിനിസ്റ്റർ ഭൂപേന്ദ്ര യാദവ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ബിഗ് കാറ്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു ഇന്റർനാഷണൽ അലയൻസ്. അപ്പൊ അതിന് ഇന്ത്യ ഇനിഷ്യേറ്റീവ് എടുക്കാൻ ഇന്ത്യക്ക് അതിനുള്ള ആംബിയർ ഉണ്ട്. കാര്യം എന്താണ്, ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഇതുള്ള സാധനം ഇപ്പം. അപ്പൊ ഇത് ലോകത്തിൽ നിന്ന് അങ്ങനെ ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഇല്ല. അപ്പൊ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പം അതിലിപ്പോൾ ഓൾറെഡി 16 കൺട്രീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്ന് അവരുടെ ഒരു നോഡ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൽ കൂടുതൽ രാജ്യങ്ങൾ ഇനിയും വരും. 16ഓളം രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെന്റ് 150 crore അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. മറ്റു രാജ്യങ്ങൾ അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യുമായിരിക്കും. അപ്പൊ എന്തായാലും IBCA എന്നാണ് അത് അറിയപ്പെടാൻ പോകുന്നത്. IBCA, ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് എന്നാണ്.
അപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നൊക്കെ ഇനി ഉടനെ അറിയാമായിരിക്കും. ഈ ന്യൂസിൻ്റെ അകത്ത് അതില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അതറിഞ്ഞിരിക്കുക. പിന്നെ താഴോട്ട് വരുമ്പോൾ സെന്റേഴ്സ് ഹൗസിംഗ് സ്കീം ഫോർ ട്രൈബൽ ഗ്രൂപ്പ്സ് ഫേസിംഗ് ഹർഡിൽസ് ഡ്യൂ ടു ലാക്ക് ഓഫ് ആക്യുറേറ്റ് ഡേറ്റ. സിമിലർ ലൈൻസിലുള്ള ന്യൂസ് ഞാൻ മുമ്പ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. PM ജൻമൻ എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട്. PM ജൻമൻ, പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ. PM ജൻമൻ എന്ന് പറയുന്നത് എന്താണ്? PM പ്രധാനമന്ത്രി എക്സ്പാൻഷൻ പറഞ്ഞാലും കുഴപ്പമില്ല. PM ജൻജാതീയ ആദിവാസി ന്യായ മഹാ അഭിയാൻ. PM ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ. ആദിവാസികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ 2023 ബഡ്ജറ്റിൽ വന്നതാണ് പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ്, PVTG. ട്രൈബൽസിലെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള സ്കീമാണ്. അവർക്ക് വീടുകൾ കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുക, അവർക്ക് ടോയ്ലറ്റുകൾ കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുക, അവരുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി കൊടുക്കുക, അവരുടെ വീട്ടിൽ ഗ്യാസ് കണക്ഷൻ കൊടുക്കുക, അവരുടെ വീടുകൾ നിൽക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഗുഡ് റോഡുകൾ കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഈ സ്കീമിന്റെ ലക്ഷ്യം. അപ്പൊ ഇതിന്റെ കുഴപ്പം, ഇത് സ്റ്റാർട്ട് ചെയ്ത November 15, 2023, കഴിഞ്ഞ വർഷം. November 15 പ്രത്യേകത, ട്രൈബൽസിന്റെ ഏറ്റവും വലിയ ഐക്കണായ ബിർസ മുണ്ടയുടെ ബർത്ത്ഡേ ആണ്. അതാണ് ഇന്ത്യയിൽ ജൻജാതീയ ഗൗരവ് ദിവസ്. ജൻജാതീയ ഗൗരവ് ദിവസ് November 15, ബിർസ മുണ്ടാസ് ബർത്ത്ഡേ. ഇത് ഇപ്പൊ ഇതിന് ക്വാളിറ്റി ഡേറ്റ ഇല്ല. അതായത് ഇന്ത്യയിലെ പർട്ടിക്കുലർലി വൾണറബിൾ ആയിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പ് എക്സാക്ട് പോപ്പുലേഷൻ എത്രയാണെന്ന് ഗവൺമെന്റിന്റെ കയ്യിൽ ഡേറ്റ ഇല്ല. സോ എലിജിബിൾ ആയിട്ടുള്ള ബെനിഫിഷ്യറീസ് ഈ സ്കീമിൽ നിന്ന് ഔട്ടായി പോകുന്നുള്ള പേടി. മധ്യപ്രദേശ് പോലുള്ള ഒരുപാട് ട്രൈബൽസ്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ട്രൈബൽസ് ഉള്ള സ്റ്റേറ്റ് മധ്യപ്രദേശ് ആണെന്ന് നമ്മുടെ വിശ്വാസം. ചെക്ക് ചെയ്തോളണം, അത് GK ക്വസ്റ്റ്യൻ ആണ്. മധ്യപ്രദേശ് ആയിരിക്കും. അപ്പൊ അവരൊക്കെ ഇതിലെ നമ്പർ ഓഫ് ആ ഒരു പോപ്പുലേഷൻ നമ്പർ എക്സാക്ട്ലി ഗവൺമെന്റിന് അസർട്ടൻ ചെയ്യാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സ്കീം കറക്റ്റായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ചൊരു ന്യൂസാണ്. പിന്നെ ഇതൊരു പൊളിറ്റിക്കൽ ന്യൂസ് ആണ്, ആവശ്യമില്ല. നെക്സ്റ്റ് പേജിലേക്ക് പോവാം. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ അവിടെയും കൂടുതലും പൊളിറ്റിക്സ് ആണ്, പക്ഷേ പൊളിറ്റിക്സ് അല്ലാത്തൊരു ന്യൂസ് ഉണ്ട്. അത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യും. അതെന്താണെന്ന് വെച്ചാൽ US ഡ്രോൺ സെയിൽസ് ടു ഇന്ത്യ പ്രോഗ്രസ് ടു ദ നെക്സ്റ്റ് സ്റ്റേജ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവസാനം US വിസിറ്റ് ചെയ്തപ്പോൾ US കോൺഗ്രസിന് 2 തവണ അഡ്രസ് ചെയ്ത ലോകത്തിലെ അപൂർവം ലീഡേഴ്സിൽ ഒരാളായിട്ട് മാറിയൊക്കെ ചെയ്തു. ആ സമയത്ത് ഇന്ത്യ കുറെ എഗ്രിമെന്റ്സ് അവരുമായിട്ട് സൈൻ ചെയ്തു. അതിലൊരെണ്ണമാണ് ജെറ്റ് എഞ്ചിൻ, നമ്മളുടെ ഫൈറ്റർ പ്ലെയിനുകൾ യൂസ് ചെയ്യുന്ന ഒരു ജെറ്റ് എഞ്ചിൻ ഇന്ത്യയിൽ വെച്ച് ഇന്ത്യക്ക് പൂർണ്ണമായിട്ട് ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്ത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് GE എന്ന് പറയുന്ന കമ്പനി, അമേരിക്കൻ ജനറൽ ഇലക്ട്രിക് എന്ന് പറയുന്ന കമ്പനി ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്ത് ഇവിടെ തന്നെ ജെറ്റ് എഞ്ചിൻ ഉണ്ടാക്കാനുള്ള എഗ്രിമെന്റ് ഉണ്ട്. അതാണ് ഒരു വലിയ എഗ്രിമെന്റ്. അത് കഴിഞ്ഞു. ഇനി ഇന്ത്യ ഏറ്റവും ലോകത്തിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡ്രോൺസ് US നിന്ന് വാങ്ങാൻ 31 MQ-9B ഡ്രോൺസ്. MQ-9B എന്ന് പറയപ്പെടുന്ന ഡ്രോൺ. MQ-9B എന്ന് പറയുന്ന ഡ്രോൺ ഉണ്ടാക്കുന്നത് US ജനറൽ ആറ്റോമിക്സ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ജനറൽ ഇലക്ട്രിക് ആണ്, ജനറൽ ആറ്റോമിക്സ് എന്ന് പറയുന്ന കമ്പനി. അപ്പൊ ഇത് ഏതാണ്ട് ഫൈനൽ സ്റ്റേജിൽ എത്തിയെന്നാണ് പറഞ്ഞത്. ഇതിന്റെ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനെക്കുറിച്ചാണ്. അതിന് തന്നെ ഏതാണ്ട് $4 ബില്യൺ ചിലവാകും. $4 ബില്യൺ എന്ന് പറയുന്നത് 32,000 crores. അപ്പൊ അത്രയും അഡ്വാൻസ്ഡ് ആയിരിക്കും. അല്ലെങ്കിൽ 31 ഡ്രോണിന് 32,000 കോടി രൂപ, ഒരു ഡ്രോണിന് ഏതാണ്ട് 1,000 കോടി രൂപ വെച്ചാവും. അപ്പൊ അതാവണമെന്നുണ്ടെങ്കിൽ അത്രയും ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡ്രോൺസ് ആണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ അവിടെ എന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കാം നമുക്ക്. കോർപ്പറേറ്റ് ടാക്സ് കട്ട്സ് ബ്രിങ് ഇൻ ഇൻവെസ്റ്റ്മെന്റ്സ്, ജോബ്സ്, സേസ് സീതാരാമൻ. കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നമുക്ക് കൊടുക്കുന്ന ടാക്സ് അല്ല, കോർപ്പറേറ്റുകൾക്ക്, ബിഗ് കമ്പനീസിന് കൊടുക്കുന്ന ടാക്സ് ആണ്. അത് ഇടയ്ക്ക് വെച്ച് 2019 20 മറ്റോ ആണ് ഗവൺമെന്റ് ഭയങ്കരമായിട്ട് സബ്സ്റ്റാൻഷ്യലി റെഡ്യൂസ് ചെയ്തായിരുന്നു. അന്ന് ഭയങ്കര ക്രിറ്റിസിസം ഒക്കെ വന്നു, നമ്മളുടെ ഇൻകം ടാക്സ് ഒന്നും റെഡ്യൂസ് ചെയ്യുന്നില്ല, പക്ഷേ അതേസമയത്ത് കോർപ്പറേറ്റുകൾക്ക് ടാക്സ് റെഡ്യൂസ് ചെയ്തെന്ന് പറഞ്ഞു. പക്ഷെ അതിന് ഗവൺമെന്റ് പറയുന്ന കാരണം ചൈന അല്ലെങ്കിൽ മറ്റ് ഇന്ത്യയുടെ കോമ്പീറ്റിംഗ് കൺട്രീസിലെല്ലാം ഈ കോർപ്പറേറ്റ് ടാക്സ് ഇന്ത്യയെക്കാളും ഒരുപാട് കുറവ്. ഇന്ത്യയിൽ 30% കണ്ടായിരുന്നു ആ സമയത്ത്. അതേസമയത്ത് മറ്റ് രാജ്യങ്ങൾ പറയുന്നത് 25, 20, ഈവൻ 15% കോർപ്പറേറ്റ് ടാക്സ് ഉള്ള രാജ്യങ്ങളുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് ടാക്സ് കുറവുള്ള രാജ്യങ്ങളിലേക്കല്ലേ പോകുള്ളൂ. അത് ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നതിന് തടയുന്നു എന്ന് കണ്ടിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് പറഞ്ഞത്. അപ്പൊ അതിന് ചെയ്തതിനു ശേഷം ഇൻവെസ്റ്റേഴ്സ് ഒരുപാട് ഇന്ത്യയിലേക്ക് വരുന്നുണ്ടെന്നാണ് നിർമ്മല സീതാരാമൻ ഇന്നലെ JNUവിൽ നടന്ന ഒരു കോൺഫറൻസിൽ പറഞ്ഞു. പിന്നെ അവിടെയുള്ള ന്യൂസിൽ എൽനീനോ
ഇഫക്റ്റ് ഭയങ്കരമായിട്ട് ഇപ്പോഴും പെർസിസ്റ്റ് ചെയ്യുന്നു. സോ ഇന്ത്യസ് സമ്മർ വിൽ ബി മോർ വാമർ നൗ എന്നാണ് പറയുന്നത്. അപ്പം ഓൾറെഡി തന്നെ പത്രങ്ങളിലൊക്കെ വന്നു തുടങ്ങി ഇന്ത്യയിൽ, ഈവൻ കേരളത്തിൽ രാത്രികാലങ്ങളിൽ പോലും ഇപ്പം ഭയങ്കര ചൂടാണ്. അപ്പം അത് കൂടുതൽ പ്രശ്നമാവാൻ സാധ്യതയുണ്ടെന്നാണ് IMDയുടെ സ്റ്റഡി പറയുന്നത്. IMD അറിയാമല്ലോ, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം, ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്. പിന്നെ ഇവിടെ താഴോട്ട് വരുമ്പം ഹെഡ് ഓഫ് അംബാനി വെഡിങ് ബാഷ് ജാംനഗർ എയർപോർട്ട് ഗെറ്റ്സ് ഇന്റർനാഷണൽ ടാഗ് ഫോർ 10 days. ഞാൻ ഇന്നലെ യൂട്യൂബിൽ നമ്മുടെ ബിജു നായർ ഫാക്ട് ചെക്സ് എന്ന് പറയുന്ന നമ്മളുടെ യൂട്യൂബ് ചാനലിൽ ഞാനൊരു 1 minute ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും കോസ്റ്റ്ലിയസ്റ്റ് ആയിട്ടുള്ള മാരേജ് അനന്ത് അംബാനിയുടെ മാരേജ് ആണ് എന്ന് പറഞ്ഞ്. മുകേഷ് അംബാനിയുടെ മകൻ മാർക്ക് സുഗർബർഗ് വരുന്നുണ്ട്, ബിൽ ഗേറ്റ്സ് വരുന്നുണ്ട്, എറിക് ഷ്മിത്ത് വരുന്നുണ്ട്, അതുപോലെ ഖത്തറിന്റെ പ്രൈം മിനിസ്റ്റർ വരുന്നുണ്ട്, പഴയ കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സ്റ്റീഫൻ ഹാർപ്പർ വരുന്നുണ്ട്. അങ്ങനെ ലോകത്തിലെ പവർ സ്ട്രക്ചറിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന പലരുമാണ്. അപ്പൊ അത് ഇവാങ്ക ട്രംപ് വരുന്നുണ്ട്, ഇനി വീണ്ടും അമേരിക്കയുടെ പ്രസിഡന്റ് ആവുമെന്ന് കരുതപ്പെടുന്ന ട്രംപിന്റെ മകൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ജാംനഗറിലൊരു എയർപോർട്ട് ഉണ്ട്. ജാംനഗറിലെ എയർപോർട്ടിൽ ഇന്റർനാഷണൽ ടാഗ് അവർ കൊടുക്കാൻ പോവാണ്. കാര്യം എനിക്കൊന്ന് ഈ ഇന്റർനാഷണൽ പ്ലെയിൻസും ഒക്കെ അവിടെ വരുന്നുണ്ട്. പിന്നെ അവിടെ ഇമിഗ്രേഷൻ ചെക്കിങ്ങും അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ ഏർപ്പെടുത്തണം. അവർക്ക് സൗകര്യം ജാംനഗറിൽ വന്ന് ഇറങ്ങുന്നത്. കാര്യം ജാംനഗറിൽ അംബാനിക്ക് 3000 ഏക്കറിൽ ഒരു പൂന്തോട്ടമുണ്ട്. ആ പൂന്തോട്ടത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൂ വരുന്നത്. സൂ, ഏറ്റവും വലിയ മൃഗശാല. അത് പബ്ലിക്കിനൊക്കെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഉടനെ തന്നെ. അവിടെ വെച്ചാണ് ഈ മാരേജ് നടക്കുന്നത്. അപ്പൊ ജാംനഗറിൽ വന്ന് ഇറങ്ങാനല്ലേ അവർക്ക് പറ്റുള്ളൂ. സോ അതിനു വേണ്ടിയിട്ട് 10 ദിവസത്തേക്ക് ജാംനഗർ എയർപോർട്ട് ഇന്റർനാഷണൽ ആക്കുന്നു. അതൊന്ന് അറിഞ്ഞു വെച്ചേക്കണം. ഓക്കെ. ജാംനഗറിലെ പ്രത്യേകത ലോകത്തിലെ ഏറ്റവും വലിയ ഓയിൽ റിഫൈനറി ധീരുഭായി അംബാനി, മുകേഷ് അംബാനിയുടെ അച്ഛൻ സ്റ്റാർട്ട് ചെയ്തത് ജാംനഗറിലാണ്. ജാംനഗറിലാണ് ഈ ഇവരുടെ ബിസിനസ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അവരൊരു ബിഗ് കോർപ്പറേറ്റ് ആയിട്ട് മാറുന്നത് അവിടെ നിന്നാണ്. ജാംനഗറിലാണ് മുകേഷ് അംബാനിയുടെ അമ്മയുടെ വീടും ഒക്കെ എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ. കോകിലാബെൻ അമ്മയുടെ പേര്. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ അലക്സി നവൽനിയുടെ ബറിയൽ നടത്തിയതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. പിന്നെ ഇറാനിൽ പാർലമെന്റ് ഇലക്ഷൻ നടക്കാൻ പോകുന്നു. ഇറാന്റെ സുപ്രീം ലീഡർ എന്നറിയപ്പെടുന്ന ആരെന്ന് നിങ്ങൾക്ക് എല്ലാവരും അറിയാം. ഇറാനിലെ തിയോക്രസിയാണ്, അവിടെ പൗരോഹിത്യമാണ്, അവിടെ തിയോക്രാറ്റിക് ഗവൺമെന്റ് ആണ്. അപ്പൊ അവിടുത്തെ ഷിയ മുസ്ലിങ്ങളുടെ ആത്മീയ ആചാരനാണ് അവിടുത്തെ ഏറ്റവും വലിയ ലീഡർ എന്ന് പറയുന്ന അവരുടെ അയത്തുള്ള അലി ഖമേനി, സുപ്രീം ലീഡർ ഓഫ് ഇറാൻ, അയത്തുള്ള അലി ഖമേനി. ഇബ്രാഹിം റൈസി അവിടുത്തെ പ്രസിഡന്റ്. ഇബ്രാഹിം റൈസി. പിന്നെ പാകിസ്ഥാൻ, മാൽദീവ്സിലെ പാർലമെന്ററി ഇലക്ഷൻ ഏപ്രിലിൽ നടക്കാൻ പോകുന്ന ഒരു ന്യൂസ് ഉണ്ട്. മാൽദീവ്സിന്റെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ ഒക്കെ ഫോട്ടോ ഒക്കെ അവിടെ കാണാം. പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ പേടിഎം പേയ്മെന്റ് ബാങ്കിന് PMLA ലാപ്സസിന്റെ പേരിൽ 5.5 കോടി രൂപ ഫൈൻ. ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ്, FIU. എന്താണ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ്? സെൻട്രൽ ഗവൺമെന്റ് ഒരു ഏജൻസിയാണ് FIU, ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ്. ഈ പേടിഎം പേയ്മെന്റ് ബാങ്കിൽ കൂടെ കള്ളപ്പണമൊക്കെ കടത്തിയിട്ടുണ്ടെന്ന് അതൊക്കെയാണ് ആക്ച്വലി അവരുടെ മെയിൻ പ്രശ്നങ്ങൾ. അവരുടെ IT സ്ട്രക്ചറിൽ, IT നെറ്റ്വർക്കിൽ ഉണ്ടായിരുന്ന പ്രോബ്ലംസിന് പുറമെ പല നോംസും അവർ ഫോളോ ചെയ്തില്ല. അതുകൊണ്ടാണ് RBI അവരെ ലൈസൻസ് വരെ കട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും PMLA, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്, FIU, ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ്. പിന്നെ ഇന്ത്യസ് മാനുഫാക്ചറിംഗ് PMI ഇഞ്ചഡ് അപ് ടു 56.9 ഇൻ ഫെബ്രുവരി എന്നൊരു ന്യൂസ് കാണാം. PMI എന്താണ്? പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. PMI എന്താണ്? പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ്. IIP എന്ന് പറഞ്ഞാൽ നമുക്ക് ഗവൺമെന്റിന്റെ ഇൻഡെക്സ് ആണ്, ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. അതിന് പുറമെ പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻഡെക്സ് ആണ് PMI, പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. അത് മോഡീസിന്റെ. പിന്നെ ഈ പേജില് വേറെ ഒന്നുമില്ല. നമുക്ക് അടുത്ത പേജിൽ പോകുമ്പോൾ വീക്കെൻഡ് സ്പോർട്ട് അതൊന്നും വേണ്ട. സ്പോർട്സ് പേജിൽ പോകുമ്പോൾ പ്രോ കബഡി ലീഗ് PKL, അതിലെ പുതിയ ചാമ്പ്യൻ ആര് എന്ന് തീരുമാനിക്കപ്പെട്ടു. PKL പ്രോ കബഡി ലീഗിലെ ഇപ്രാവശ്യത്തെ ചാമ്പ്യന്മാർ പുനേരി പൽത്താൻ എന്ന് പറഞ്ഞ ടീമാണ്. പുനേരി പൽത്താൻ, PALTAN. പിന്നെന്താണ്?
പിന്നെ ഒഡീഷ ചീഫ് മിനിസ്റ്റർ നവീൻ പട്നായിക്കിന്റെ ഒരു ഫോട്ടോ ഇവിടെ കാണാം. നെക്സ്റ്റ് പേജിൽ പോകുമ്പോ ഇല്ല, നെക്സ്റ്റ് പേജിൽ നമുക്ക് ഇനി സ്പോർട്സിൽ അങ്ങനെ ഒന്നും പറയാനില്ല. നമുക്കിനി ഇന്നലത്തെ പത്രത്തിലേക്ക് പോവാം. ഞാൻ ഇന്നലത്തെ ന്യൂസ് പേപ്പറാണ് ഡിസ്കസ് ചെയ്യും. ഇന്നലത്തെ ന്യൂസ് പേപ്പറിലേക്ക് പോകുമ്പോൾ 6 കോൺഗ്രസ് റബൽ MLAs ഡിസ്ക്വാളിഫൈഡ് ഇൻ ഹിമാചൽ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹിമാചലിലെ ഗവൺമെന്റ് ഈസ് അണ്ടർ സിവിയർ ക്രൈസിസ്. 6 MLAs ഡിഫക്റ്റഡ് ടു BJP എന്ന് വേണമെങ്കിൽ പറയാം. അവർ BJPയിൽ പോയി ജോയിൻ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ രാജ്യസഭ ഇലക്ഷനിൽ ദേ വോട്ടഡ് ഇൻ ഫേവർ ഓഫ് BJP കാൻഡിഡേറ്റ് ദാറ്റ് എൻഷുർഡ് ദ ഡിഫീറ്റ് ഓഫ് കോൺഗ്രസ് കാൻഡിഡേറ്റ് ഇൻ രാജ്യസഭ ഇലക്ഷൻ. അപ്പൊ തന്നെ അവിടെ ബാലൻസ് ടിൽറ്റ് ചെയ്തു ഇൻ ഫേവർ ഓഫ് BJP. പക്ഷെ അങ്ങനെ ചെയ്ത MLAമാരെ ഡിസ്ക്വാളിഫൈ ചെയ്തു. പക്ഷേ ഈ ഡിസ്ക്വാളിഫിക്കേഷൻ കോർട്ടിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടു. കാരണം ഈ രാജ്യസഭ ഇലക്ഷനിൽ പരസ്യമായിട്ട് MLAമാർക്ക് വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്യാം. കാര്യം രാജ്യസഭ ഇലക്ഷനിൽ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 10th ഷെഡ്യൂളായ ആന്റി ഡിഫെക്ഷൻ ലോ അല്ലെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമം ആപ്ലിക്കബിൾ അല്ല രാജ്യസഭ ഇലക്ഷനിൽ. അതുകൊണ്ട് തന്നെ ഈ യുവമാർ 6 പേരും അവര് കോൺഗ്രസ് കാൻഡിഡേറ്റ് നോട്ട് കൊടുക്കാതെ BJP കാൻഡിഡേറ്റ് നോട്ട് കൊടുത്തതിന്റെ പേരിൽ അവരെ ഡിസ്ക്വാളിഫിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഈ രാജ്യസഭ ഇലക്ഷനിൽ ഇപ്പൊ വ്യാപകമായിട്ട് ഇങ്ങനെയുള്ള ഒരു കൂറുമാറി കാശൊക്കെ മേടിച്ചുകൊണ്ട് വോട്ട് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. എന്തായാലും അതാണ് അവിടുത്തെ അവസ്ഥ. ഇപ്പൊ ഹിമാചൽ പ്രദേശിലെ ചീഫ് മിനിസ്റ്റർ സുഖ്വീന്ദർ സിംഗ് സുഖു ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അങ്ങനെയുള്ള ഫോട്ടോ ആണ് ഈ കാണുന്നത്. പിന്നെ ഇത് നമുക്ക് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു ന്യൂസ് ആണ്. GDP ഗ്രോത്ത് ഫോർ ഫിനാൻഷ്യൽ ഇയർ 24 പെഗ്ഡ് അറ്റ് 7.6% എന്ന് പറഞ്ഞ ന്യൂസ്. നമ്മൾ ഈ വർഷത്തിന്റെ തുടക്കത്തിൽ ഇന്ത്യയുടെ ഏറ്റവും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഗവൺമെന്റ് സപ്പോർട്ടേഴ്സ് പോലും കരുതിയിരുന്നത് ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ഈവൻ 7% ഗ്രോത്ത് റേറ്റ് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 2023-24 എന്നാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു RBIയുടെ ഒക്കെ എസ്റ്റിമേഷൻ 6.8% ഇന്ത്യയുടെ GDP ഈ വർഷം ഗ്രോ ചെയ്യുന്നുള്ളതായിരുന്നു. പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നമ്മൾ 6.8% വിചാരിച്ചിരുന്നത് പിന്നെ അവർ റിവൈസ് ചെയ്ത് 7%, പിന്നെ 7.3% ആണ് അവസാനം പറഞ്ഞത്. ഇത്ര വരെയൊക്കെ അത് NSO മാത്രം അങ്ങനെ പറഞ്ഞോളൂ, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. അവരാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്തത്, GDP കാൽക്കുലേറ്റ് ചെയ്ത്. NSO അവസാനം പറഞ്ഞു 7.3% തോന്നും. പക്ഷെ അതും കഴിഞ്ഞ് 7.6% ഗ്രോത്ത് റേറ്റ് ആയിരിക്കും ഈ വർഷത്തെ ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് എന്ന് അവർ പറയുന്നു. എഴുതിയെടുക്കേണ്ടതല്ല, ചിലപ്പം ഏതെങ്കിലും എക്സാമിന് ചോദിക്കാം ലേറ്റസ്റ്റ് എസ്റ്റിമേറ്റ് എത്രയാണെന്ന്. ചിലപ്പോൾ ഇതിനേക്കാളും കൂടുതലായിരിക്കും ആക്ച്വൽ റിസൾട്ട്. നമ്മളുടെ ഈ വർഷം ഇതിപ്പോൾ ഇനി ഈ മാസം കൂടെ കഴിയുമ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയർ കഴിയുമല്ലോ. അപ്പോൾ അടുത്ത 2-3 മാസം കഴിയുമ്പോൾ ഫൈനൽ റിസൾട്ട് വരും. ഇനി അതിങ്ങനെ സംഭവിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ Q1, Q2, Q3 ഇങ്ങനെ 3-4 ക്വാർട്ടേഴ്സ് ഉണ്ടല്ലോ എക്കോണമിയുടെ. അതിൽ Q3 ക്വാർട്ടറിന്റെ റിസൾട്ട് ഇപ്പം വന്നു. Q3 ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് എല്ലാവരും കരുതിയത്, ഞാൻ മിനിഞ്ഞാന്ന് ഹിന്ദുവിൽ SBIയുടെ എസ്റ്റിമേഷൻ ഉണ്ടായിരുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് എ സ്പെസിഫിക് യൂണിറ്റ് ഫോർ കാൽക്കുലേറ്റിംഗ് ഓൾ ദീസ് തിങ്സ്. അവരുടെ ഇതിനുള്ള റിസർച്ച് വിങ് ഉണ്ട്. അവർ പറഞ്ഞേക്കുന്ന 6.5% മാക്സിമം ഗ്രോ ചെയ്ത് കാണും Q3-ൽ ഇന്ത്യയുടെ എക്കണോമി എന്നാണ്. Q3 മീൻസ് ഒക്ടോബർ, നവംബർ, ഡിസംബറിൽ. പക്ഷെ സംഭവിച്ചത് റിസൾട്ട് വന്നപ്പോൾ NSO പബ്ലിഷ് ചെയ്ത ഡേറ്റ അനുസരിച്ച് 8.4% ആണ് ഇന്ത്യയുടെ GDP ഗ്രോ ചെയ്തത് Q3-ൽ. അതായത് എല്ലാ കൺസർവേറ്റീവ് എസ്റ്റിമേറ്റ്സിനെക്കാളും ഓൾമോസ്റ്റ് 2% ഹയർ വാസ് ദ actual GDP growth rate in the Q3 of ഈ ഫിനാൻഷ്യൽ പ്രസന്റ് റണ്ണിംഗ് ഫിനാൻഷ്യൽ ഇയറിൽ. ഇതാണ് ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് 7.6%ലേക്ക് കൊണ്ടുപോകുന്നു NSO പറഞ്ഞ ടോട്ടൽ ഗ്രോത്ത് റേറ്റ്. അപ്പൊ ഇത് ഞാൻ ഇത്തിരി മുമ്പേ നിങ്ങളുടെ GST ഡേറ്റയുടെ കാര്യം പറഞ്ഞു. അപ്പൊ ഞാന് ഇപ്പൊ പലപ്പോഴും ഈ വർഗീയത കൊണ്ട് ഇലക്ഷൻ ജയിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പലരും. പക്ഷെ വർഗീയത കൊണ്ട് മാത്രം ഇലക്ഷൻ ജയിക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ജയിക്കാൻ പറ്റുമെങ്കിൽ വാജ്പേയി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം പിന്നെ ഒരിക്കലും BJP ഗവൺമെന്റ് ഇന്ത്യയിൽ നിന്ന് അധികാരത്തിൽ പോവല്ലായിരുന്നു. പിന്നെ കണ്ടിന്യൂസ്ലി 10 years കോൺഗ്രസ് വാസ് റൂളിംഗ് ഇന്ത്യ. UPA 1 and UPA 2. അന്നത്തെ മൻമോഹൻ സിംഗ് ഗവൺമെന്റിന് കുറെ ഡെവലപ്മെന്റൽ ആസ്പെക്ട്സിൽ ഫെയിലുവേഴ്സ് പറ്റി. അവർ എസ്പെഷ്യലി ലാസ്റ്റ് മൈൽ ഡെലിവറി, നമ്മളുടെ ഒരു സ്കീം നടപ്പാക്കുന്നു, ഒരു വീട് കൊടുക്കുന്ന സ്കീം പഴയ UPA ഗവൺമെന്റ് നടപ്പാക്കി, അതിനു മുമ്പ് വാജ്പേയി ഗവൺമെന്റ് നടപ്പാക്കി, അതിനു മുമ്പ് നരസിംഹറാവു ഗവൺമെന്റ് നടപ്പാക്കി, എല്ലാ കാലത്തിലും ഉണ്ടായിരുന്നു, ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് എല്ലാവരും. പക്ഷെ എവിടെയാണ് ഈ മോഡി ഗവൺമെന്റിന്റെ സക്സസ് നമ്മൾ ചിന്തിച്ചാല്? വർഗീയത മാത്രമൊന്നുമല്ല, വർഗീയത ഇല്ലെന്നൊന്നും പറയുന്നില്ല, കുറച്ചൊക്കെ ഉണ്ട്. അതെല്ലാ റൈറ്റ് വിങ് പാർട്ടീസിന്റെ ഒരു മുഖമുദ്രയാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകം മുഴുവനും. അവരുടെ ഏറ്റവും വലിയ സക്സസ് അവരുടെ പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷൻ ആണ്. ലാസ്റ്റ് മൈൽ ഡെലിവറി,
ബെനിഫിഷ്യറീസിന് കറക്റ്റായിട്ട് സംഭവങ്ങൾ കിട്ടുന്നുണ്ട്. രണ്ടാമത് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ അവർ കൊടുക്കുന്ന പ്രാധാന്യം. ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ അവർ കൊടുക്കുന്ന പ്രാധാന്യം കാണുന്നത് നമ്മൾ കേരളത്തിൽ ഇപ്പം ഞാൻ ഇത് നിന്ന് സംസാരിക്കുന്ന തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് കഴക്കൂട്ട് നിന്ന് കാസർഗോഡ് വരെ റോഡിലൊന്ന് യാത്ര ചെയ്താൽ മതി. 6 വരി റോഡാണ് കേരളം പോലുള്ള ഒരു സ്റ്റേറ്റിൽ ഒരു BJPക്ക് ഒരു MLA MP പോലും ഇല്ലാത്തൊരു സ്റ്റേറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലെ ഗ്രോത്ത് ഇത്രയും നടക്കുന്നത് കൊണ്ടാണ് കോവിഡിന് ശേഷം ഇന്ത്യക്ക് നമുക്ക് അത്രയും ആ മേഖലയിൽ ഒരു സ്പെൻഡ് ചെയ്തുകൊണ്ടാണ് കോവിഡിന് ശേഷം ഇന്ത്യയുടെ എക്കണോമിക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റിയത്. മനസ്സിലായോ? അത് ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റിന് മുകളിലേക്ക് ഉയർത്തുന്നത്. അപ്പൊ കുറച്ച് ഭാവനാത്മകമായിട്ട് അവർ എക്കണോമി കൈകാര്യം ചെയ്യുന്നുണ്ട്. നിർമ്മല സീതാരാമൻ അതിൽ വലിയ പങ്കുണ്ട്. ശക്തികാന്ത ദാസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ അതിൽ വലിയ പങ്കുണ്ട്. ഒബ്വിയസ്ലി അതിന്റെ എല്ലാത്തിനും ക്രെഡിറ്റ് പ്രൈം മിനിസ്റ്ററിലേക്ക് പോകുള്ള കാര്യം. പ്രൈം മിനിസ്റ്റർ ആണല്ലോ ഓൾ ഇൻ ഓൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊക്കെയാണ് ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. എ സ്മോൾ ഡോസ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ബെനിഫിഷ്യറി, ഇപ്പൊ കുറെ ലാഭാർത്ഥികൾ എന്നറിയപ്പെടുന്ന ബെനിഫിഷ്യറീസിന് കൊടുക്കുന്ന കുറെ ഈ ഡോൾ ഔട്ട്സ് ഉണ്ടല്ലോ, ഇപ്പം പല പല കാര്യങ്ങൾ, ഇലക്ട്രിസിറ്റി, ടോയ്ലറ്റ്, വീട്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, പ്ലസ് എ ഡോസ് ഓഫ് ഹിന്ദുത്വ. അതാണല്ലോ അവരുടെ ഐഡിയോളജിക്കൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഈ ഐഡിയോളജിക്കൽ പ്ലാറ്റ്ഫോമിൽ ഉറച്ചുകൊണ്ട് അവർ കാര്യങ്ങൾ ചെയ്യുന്നു. അതാണ് എൻ്റെ സക്സസിന്റെ കാരണം. അല്ലാതെ നമ്മൾ ചുമ്മാ അവിടെ എവിടെ ഇരുന്നുകൊണ്ട് ഓരോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ GDP ഗ്രോത്ത് റേറ്റ് ഫോർ ഫിനാൻഷ്യൽ 24 7.6% ആയിരിക്കും എന്ന് പറയപ്പെടുന്നുണ്ട്. അത് ആ ഒരു എസ്റ്റിമേറ്റഡ് ടു ബി എന്ന് എഴുതി വെക്കാവുള്ളൂ. പക്ഷെ ഇത് നിങ്ങൾക്ക് എഴുതാം 8.4% Q3 GDP ഗ്രോത്ത് റേറ്റ്. അത് കാൽക്കുലേറ്റഡ് ഡേറ്റയാണ്. പിന്നീട് നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ നെക്സ്റ്റ് പേജിൽ നമുക്ക് ആവശ്യമുള്ളൊന്നുമില്ല. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ ഞാനിത് 1-2 ദിവസമായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്ന കാര്യമാണ്. SC dismisses വേദാന്ത സ്റ്റെർലൈറ്റ്സ് പെറ്റീഷൻ റീ ഓപ്പൺ കോപ്പർ പ്ലാന്റ് എന്നൊരു ന്യൂസ് ഉണ്ട്. തൂത്തുക്കുടിയിൽ വേദാന്ത എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു പിന്നീട് കോപ്പർ പ്ലാന്റ് ഉണ്ടായിരുന്നു. ആ കോപ്പർ പ്ലാന്റ് പൊല്യൂഷൻ മൂലം പൂട്ടിയായിരുന്നു. അന്നാണ് ഈ പൂട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് അവിടെ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കി വെടിവെപ്പ് നടന്ന ആൾക്കാർ മരിക്കുകയൊക്കെ ചെയ്തത്. അതിനെ തുറപ്പിക്കാൻ വേണ്ടി സുപ്രീം കോടതി വരെ അവർ കമ്പനി പോയി. പക്ഷെ സുപ്രീം കോടതി അനുമതി നിഷേധിച്ചു. തൂത്തുക്കുടിയിലെ കോപ്പർ പ്ലാന്റ് വേദാന്ത സ്റ്റെർലൈറ്റിന്റെ പൂട്ടി തന്നെ കിടന്നാൽ മതി എന്നാണ് അവരുടെ വിധി. അപ്പൊ അതൊരു വലിയൊരു വിധിയാണ്. നെക്സ്റ്റ് പേജ് പോകുമ്പോ കർണാടകത്തിലും കാസ്റ്റ് സെൻസസ് നടത്തി. അതിന്റെ റിപ്പോർട്ട് അവർ വെളിവിടാൻ പോയാണ്. അതിനെ കുറിച്ചൊരു ന്യൂസ് കാണാം. പിന്നെ എക്സ്ട്രാ ബർത്ത് എന്ന് പറയുന്ന ഒരു എഡിറ്റോറിയലുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എക്സ്ട്രാ ബർത്ത് എന്ന ഒരു എഡിറ്റോറിയൽ വരാൻ കാര്യം, ആക്ച്വലി BJP ജയിക്കേണ്ടിയിരുന്ന രാജ്യസഭാ MP-മാരുടെ എണ്ണത്തിനേക്കാൾ ഏതാണ്ട് 2-3 എണ്ണം എക്സ്ട്രാ വിൻ ചെയ്യാൻ അവർക്ക് പല സ്റ്റേറ്റുകളിലായിട്ട് കഴിഞ്ഞു. ഒന്ന് യു പിയിൽ കുറെ സമാജ്വാദി പാർട്ടി അഖിലേഷ് യാദവിന്റെ പാർട്ടിയിലെ MLA-മാർ കൂറുമാറി BJPക്ക് വോട്ട് ചെയ്ത് അവിടെ ഒരു എക്സ്ട്രാ സീറ്റ് കിട്ടി അവർക്ക്. ഹിമാചൽ പ്രദേശിൽ അവര് തോക്കൊന്ന് കരുതിയിരുന്ന സീറ്റിൽ അവർ സ്ഥാനാർത്ഥി നിർത്തി അവര് വിജയിപ്പിച്ചതിന്റെ പ്രശ്നമാണ്. ഹിമാചൽ പ്രദേശിലെ ഗവൺമെന്റിന് താഴെ പോകുന്ന അവസ്ഥയിൽ നിൽക്കുന്നു. സോ അവർക്ക് അങ്ങനെ എക്സ്ട്രാ ബർത്തുകൾ കിട്ടുന്നു. അതിന്റെ കാരണങ്ങൾ അതൊക്കെയാണ് ഇതിൽ അനാലിസിസ് ചെയ്യുന്ന. ഇറ്റ് ഈസ് എ പ്യൂർലി എ പൊളിറ്റിക്കൽ എഡിറ്റോറിയൽ ആൻഡ് ഇറ്റ് ഈസ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ഓൾസോ. അപ്പോൾ എഡിറ്റോറിയൽ നിങ്ങൾ വായിക്കണം, ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വായിക്കണം. സോ ഫസ്റ്റ് എഡിറ്റോറിയൽ എന്റെ കണ്ടന്റ് ഇതാണ്, ആർക്ക് മനസ്സിലാവും. സെക്കൻഡ് എഡിറ്റോറിയൽ എ റെസ്പെക്റ്റ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഇത് നിങ്ങൾക്ക് വലിയ ആവശ്യമില്ല, ഇത് വായിച്ചാലും കുഴപ്പമില്ല. ഇത് ഡൊണാൾഡ് ട്രംപ് US ലീഗലി ഒരുപാട് കേസുകളിലുണ്ട്. അയാൾ അമേരിക്കയുടെ പ്രസിഡന്റ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. സ്റ്റിൽ ഹീസ് അണ്ടർ എ സീ ഓഫ് ലീഗൽ പ്രോബ്ലംസ്. അതിൽ ചില കാര്യങ്ങളിലേക്ക് ചില ആശ്വാസം കിട്ടുന്ന വിധികളൊക്കെ ഉണ്ടായി. അതൊരു കോംപ്രിഹെൻഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെ വേണമെങ്കിൽ നിങ്ങൾ വായിച്ചോ, അല്ലെങ്കിൽ വായിച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളുടെ ക്രിമിനൽ ലോസ് ഒക്കെ ജൂലൈ തൊട്ട് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടും. അതിന്റെ കാര്യങ്ങളാണ്. ക്രിമിനൽ ലോ നിങ്ങൾക്ക് അറിയാമല്ലോ. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷി അധിനിയം, അതിന്റെയൊക്കെ. പിന്നെ മിനിമം സപ്പോർട്ട് പ്രൈസ് ലീഗലൈസ് ചെയ്യണോ എന്നൊരു ക്വസ്റ്റിനോട് കൂടിയ ഒരു സംഭവം നല്ലതാണ്, വായിച്ചു നോക്കുക. ഞാനും വായിച്ചു നോക്കി. ഈ കർഷകരുടെ സമരത്തിന്റെ കാരണം തന്നെ അതല്ലേ, മിനിമം സപ്പോർട്ട് പ്രൈസ് ലീഗലൈസ് ചെയ്യുക എന്നുള്ളതാണ്.
ഇപ്പം മിനിമം സപ്പോർട്ട് പ്രൈസ് ലീഗലൈസ് ചെയ്താൽ കുറച്ച് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അതിൽ. അത് ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഉടനെ നമ്മളുടെ യൂട്യൂബ് ചാനൽ ഇടുന്നുണ്ട്. പ്രശ്നങ്ങളും ഉണ്ട്, ഗുണങ്ങൾ കർഷകർക്ക് ഗുണം ഉണ്ടാകുന്ന അതേ സമയത്ത് തന്നെ. അപ്പം അതിനെക്കുറിച്ചൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോകാം. ഓൺ ക്രോസ് വോട്ടിംഗ് ഇൻ രാജ്യസഭ ഇലക്ഷൻ. അത് ഞാൻ പറഞ്ഞു, രാജ്യസഭ ഇലക്ഷനിൽ ക്രോസ് വോട്ട് ചെയ്താലും അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല. 10th ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് രാജ്യസഭ ഇലക്ഷനിൽ ഈ ക്രോസ് വോട്ടിങ്ങിന് അത് ബാൻ ചെയ്യുന്നില്ല. അപ്പൊ അതിനെക്കുറിച്ചുള്ള എഡിറ്റോറിയലാണിത്. രണ്ടാമത്തെ ഈ നാറ്റോ മെമ്പർഷിപ്പ് ഇൻ ദ കാർഡ്സ് ഫോർ യുക്രൈൻ എന്ന് പറഞ്ഞ ന്യൂസ്. യുക്രൈൻ നാറ്റോയിൽ മെമ്പർ ആയി കഴിഞ്ഞാൽ വൻ പ്രശ്നമാവും. അതൊരു വേൾഡ് വാറിലേക്ക് വേണമെങ്കിൽ പോവാം. കാര്യം എന്ന് വെച്ചാൽ നാറ്റോയിൽ മെമ്പർ ആയി കഴിഞ്ഞാൽ യുക്രൈനിന് റഷ്യയുടെ അഗ്രഷൻസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നാറ്റോയുടെ റെസ്പോൺസിബിലിറ്റി ആവും. നാറ്റോ റഷ്യക്കെതിരെ വാറിന് വരേണ്ടി വരും. സോ അതൊരു വലിയ വാറായിട്ട് മാറും. അപ്പൊ നാറ്റോയിലേക്ക് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് യുക്രൈൻ. അതിനെ കുറിച്ചാണ്. പിന്നെ നെക്സ്റ്റ് പേജിൽ ന്യൂസ് ഒന്നും വേണ്ട. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഫസ്റ്റ് ടെക്നിക്കൽ ടീം ഫോർ ഇന്ത്യ അറൈവ്സ് ഇൻ മാൽദീവ്സ് എന്ന് പറഞ്ഞ ന്യൂസ് കാണാം. ടെക്നിക്കൽ ടീം ഫ്രം ഇന്ത്യ അറൈവ്സ് ഇൻ മാൽദീവ്സ് എന്ന് പറഞ്ഞ ന്യൂസ്. അതെന്തിനെ കുറിച്ചാണെന്ന് നോക്കാം. മാൽദീവ്സിലെ ഇന്ത്യൻ പട്ടാളത്തിന്റെ പ്രസൻസ് പാടില്ല എന്നുള്ള രീതിയിലായിരുന്നല്ലോ മുഹമ്മദ് മൊയ്സും ഗവൺമെന്റ് അവിടെ അധികാരത്തിൽ നിന്ന് ശേഷം ഇന്ത്യ ആയിട്ടുള്ള പ്രശ്നം നടന്നു. അപ്പൊ ഇന്ത്യ ഏതാണ്ട് അത് അംഗീകരിച്ചു. ഇന്ത്യൻ പട്ടാളത്തിന് അവിടുന്ന് പിൻവലിക്കുകയാണ്. ഈ മാർച്ച് 10 ഇന്ത്യൻ പട്ടാളത്തിന് അവിടുന്ന് പിൻവലിക്കും. പകരം ഇന്ത്യക്കാർ തന്നെ അവിടെ ഓപ്പറേറ്റ് ചെയ്യും. ഇന്ത്യ അവിടെ നിന്ന് പിൻവലിച്ചിട്ട് പോകണമെന്നില്ല, പട്ടാളത്തിന് പിൻവലിക്കും പിൻവലിക്കണമെന്ന് പറഞ്ഞ അവരുടെ ന്യായം വി ആർ ഗോയിങ് ടു ഇംപ്ലിമെന്റ്. പക്ഷെ പകരം സിവിലിയൻസ് അത് ഏറ്റെടുക്കും. ഇന്ത്യയിലെ എഞ്ചിനീയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ പട്ടാളത്തിന് പോലെ, അവര് അത് ഈ ഓപ്പറേഷൻസ് ഏറ്റെടുക്കും. ഈ പ്ലെയിനിന്റെ ഒക്കെ ഓപ്പറേഷനാണ്. പിന്നെ ഇവിടെ ഒരു ന്യൂസ് ഉണ്ട്. ക്യാബിനറ്റ് ഓക്കേസ് 75,000 crore ഫ്രീ ഇലക്ട്രിസിറ്റി സോളാർ സ്കീം എന്ന് പറഞ്ഞ ന്യൂസ്. ഇത് ഞാൻ നിങ്ങൾക്ക് പ്രധാനമന്ത്രി സൂര്യോദയ യോജന എന്ന പേരിൽ ഇന്റരിം ബഡ്ജറ്റ് വന്നപ്പോൾ പഠിപ്പിച്ച സ്കീമാണ്. ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മളുടെ ബിജു നായർ ഫാക്ട് ചെക്ക് ചാനലിലും അതുപോലെ ഇൻസ്റ്റയിലും ഒക്കെ ഇട്ടിരുന്നു. അത് അത്യാവശ്യം ആൾക്കാർക്ക് അത് കാണുകയും ചെയ്തു. അപ്പം ഈ PM സൂര്യോദയ യോജനയ്ക്ക് പേര് മാറ്റിയവര് ഇപ്പൊ ഇങ്ങനെയായി PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാക്കി. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്ന് പറഞ്ഞാൽ PM ഫ്രീ ഇലക്ട്രിസിറ്റി സ്കീം എന്നുള്ളതിന്റെ അവർ പേര് മാറ്റിയതാണ്. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. ബിജ്ലി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി. പഴയ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. 75,000 crores ആണ് ഗവൺമെന്റ് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. 300 യൂണിറ്റ് വരെ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്ന വീടുകളിൽ ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെയാണ് ഇത് ചെയ്തു കൊടുക്കുന്നത്. അല്ല 60% കേന്ദ്രം വഹിക്കും, ബാക്കി 40% ഇംപ്ലിമെന്റ് ചെയ്യുന്ന പ്രൈവറ്റ് കമ്പനി വഹിക്കും. പിന്നീട് ഞാൻ ആണ് ആ ഇലക്ട്രിസിറ്റി കണക്ഷൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ഇലക്ട്രിസിറ്റിയിലെ എക്സസ് ഇലക്ട്രിസിറ്റി അവർക്ക് വിറ്റുകൊണ്ട് ഞാൻ ബാക്കി 40% അവർക്ക് അടയ്ക്കണം. പക്ഷെ അത് എനിക്ക് അടയ്ക്കുന്ന പോലെ തോന്നൂല. ബിക്കോസ് I am not going to spend any amount from my pocket for implementing this scheme. 100% ഈ അസിസ്റ്റൻസ് കിട്ടും. 60 പൂർണ്ണമായിട്ട് ഫ്രീ, ബാക്കി 40% നമ്മളത് പിടിക്കും. പക്ഷെ നമ്മളത് അറിയൂല. അത് നമ്മൾ പൈസ കൊടുക്കണ്ട. അതാണ് ഫ്രീ ഇലക്ട്രിസിറ്റി സ്കീം എന്ന് പറയാൻ കാര്യം. അതാണ് PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. അപ്പൊ അത് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പൊ അതാണ് ആ പേജിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഇന്ത്യയുടെ ലെപ്പാർഡ് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തതിനെ കുറിച്ചൊക്കെയാണ്. പിന്നെന്താണ് നമുക്ക് ആവശ്യമുള്ള ലോകത്തിലെ ഒബിസിറ്റി റേറ്റ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുന്ന ലാൻഡ്സെറ്റിന്റെ ഒരു സ്റ്റഡി. ഈ ലാൻഡ്സെറ്റിന്റെ സ്റ്റഡിയൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലാൻഡ്സെറ്റ് ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മെഡിക്കൽ ജേർണൽ. അവർ പറയുന്നത് 1990 1990 തൊട്ട് 2022 വരെയുള്ള 32 വർഷത്തെ കാലം എടുത്താൽ അഡൾട്ട്സിൽ ഒബിസിറ്റി ഡബിളായി, കുട്ടികളിൽ 4 times ആയെന്ന. അതൊരു സ്റ്റഡിയാണ്. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ട്. വെസ്റ്റ് സെൻഡിങ് ട്രൂപ്സ് ടു യുക്രൈൻ കുഡ് റിസ്ക് ന്യൂക്ലിയർ വാർ. ന്യൂക്ലിയർ വാർ ഉണ്ടാവാൻ കാരണമാവും റഷ്യയിലേക്ക് ഈ പറഞ്ഞ നാറ്റോ എങ്ങാനും യുക്രൈനിലേക്ക് അവരുടെ പട്ടാളത്തിന് വിട്ടാൽ അത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അവരങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇസ്രായേലി സ്ട്രൈക്സ് മൂലം ഗാസയിൽ 30,000 പേര് മരിച്ചു കഴിഞ്ഞാൽ അതിൽ യാതൊരു രീതിയിലും ഇടപെടുന്നില്ല അവരാരും. ഇവരെല്ലാം ഇടപെടുന്ന യുക്രൈൻ വിഷയത്തിൽ മാത്രമാണ്. യുക്രൈനിൽ ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഷോർട്ട് പീരീഡിൽ. നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏതാണ്ട് 2 വർഷം കൊണ്ടാണ്.
അതിനടുത്ത പേജിൽ പോവാം. ഇതാണ് ഞാൻ പറഞ്ഞ ന്യൂസ്. ഏതാണെന്ന് വെച്ചാല് ഗവൺമെന്റ് ക്യാപെക്സ് റാങ്ക് 40.5% in January, leaving fiscal deficit at 64% of target. ഫിസിക്കൽ ഡെഫിസിറ്റ് 5.8% നിലനിർത്തണമെന്നാണ് ഗവൺമെന്റ് ആഗ്രഹം ഞാൻ പറഞ്ഞു. അത് നടക്കാൻ പോയാണ്. അതിന്റെ കാര്യം മെയിനായിട്ട് ഞാൻ പറഞ്ഞു, GST കളക്ഷൻ കൂടുന്നു, ഇൻകം ടാക്സ് കളക്ഷൻ കൂടുന്നു, അതെല്ലാം കാരണമാണ്. പ്ലസ് ക്യാപെക്സ് അവർ കുറച്ചു. ഇപ്പം ഭയങ്കരമായിട്ട് ക്യാപെക്സ് ആയിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ഇന്ത്യയുടെ ഗ്രോത്ത് കൂടാനുള്ള കാരണം. ക്യാപെക്സ് മീൻസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. പക്ഷെ അതിപ്പോൾ ഈ മാസം അവർ കുറച്ചേക്കാണ്. അതും ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് അണ്ടർ കൺട്രോളിൽ നിർത്താൻ സഹായിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു ന്യൂസ് ആണ്. പിന്നെ ജാനുവരി കോർ സെക്ടർ ഗ്രോത്ത് സ്ലോ ടു 15-month ലോ. കോർ സെക്ടർ ഗ്രോത്ത് പഠിച്ചു വെച്ചേക്കണം. കോർ സെക്ടേഴ്സ് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും മാസം തോറും പറഞ്ഞു, എല്ലാ മാസവും വരും. സ്റ്റീൽ, സിമെന്റ്, ഇലക്ട്രിസിറ്റി, കോൾ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് റിഫൈനറി പ്രൊഡക്ട്സ്. സ്റ്റീൽ, സിമെന്റ്, ഇലക്ട്രിസിറ്റി, കോൾ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് റിഫൈനറി പ്രൊഡക്ട്സ്. 8 എണ്ണമാണ് കോർ സെക്ടേഴ്സ്. ആ 8 എണ്ണത്തിന്റെ ഗ്രോത്ത് അത്യാവശ്യം കൂടിയിട്ടുണ്ട്. അതിനെ കുറിച്ചുള്ള അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ ഗ്രോത്ത് കൂടണം നമുക്ക് എപ്പോഴും. പിന്നെ ഇത് നല്ലൊരു ന്യൂസ് ആണ്. ടാറ്റ ടു ബിൽഡ് ഇന്ത്യസ് ഫസ്റ്റ് ഫാബ് ആസ് ക്യാബിനറ്റ് അപ്രൂവ്സ് 1.25 lakh crore ഓഫ് ചിപ്പ് ഫെസിലിറ്റീസ്. ഇന്ത്യയിൽ ചിപ്പ് മാനുഫാക്ചറിങ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. PLI സ്കീമിന്റെ അണ്ടറിൽ. PLI എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്. ഇന്ത്യ മെയ്ഡ് ആയിട്ടുള്ള ചിപ്പ്, IC ഇന്റഗ്രേറ്റഡ് ചിപ്പ് നമ്മൾ കണ്ടിട്ടില്ല. അതിന് ഇറങ്ങാൻ പോയാണ്. മൈക്രോൺ എന്ന് പറഞ്ഞ അമേരിക്കൻ കമ്പനി ഓൾറെഡി ഗുജറാത്തിൽ അതൊക്കെ അസംബ്ലിയാണ്. പല സ്ഥലങ്ങളിൽ നിന്ന് ഘടകങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ച് അസംബിൾ ചെയ്യും. പക്ഷെ അതല്ല യഥാർത്ഥ ചിപ്പ് മാനുഫാക്ചർ. ഫാബ് വേണം. ഫാബിലാണ് ഇതിനെ ഡിസൈൻ ചെയ്തെടുത്തിട്ട് ഈ ചിപ്പാക്കി മാറ്റുന്നത്. ആ ഒരു സംഭവം ഇന്ത്യയിൽ ആരും തുടങ്ങിയിട്ടില്ലായിരുന്നു. അതാണ് വേണ്ടത്, ഏറ്റവും പ്രധാനം. മറ്റൊക്കെ ജസ്റ്റ് അസംബ്ലിയാണ്. ഇത് ടാറ്റ തുടങ്ങാൻ പോയാണ്. ടാറ്റ തുടങ്ങാൻ പോകുന്നത് ഗുജറാത്തിലെ ധൊലേര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് മാത്രമല്ല, അതേപോലെ ആസാമിലെ മോറിഗാവോൺ എന്ന് പറഞ്ഞ സ്ഥലത്തും അവരുടെ തന്നെ പ്ലാന്റ് വരുന്നുണ്ട്. അപ്പൊ 2 ചിപ്പ് മാനുഫാക്ചറിംഗ് പ്ലാന്റുകൾ ടാറ്റ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് മൂന്നാമത് അതല്ലാതെ വേറെ ഗുജറാത്തിലെ സനന്ദിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് ടാറ്റയാണോ വേറെ ഏതെങ്കിലും കമ്പനിയാണോ എന്ന് അറിഞ്ഞുകൂടാ. PLI സ്കീമിന്റെ അണ്ടറിൽ അതെല്ലാം വരുന്നത്. PLI പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്. ആ സ്കീമിന്റെ അണ്ടറിൽ ഭയങ്കരമായിട്ടുള്ള ഗവൺമെന്റിൽ നിന്നുള്ള ഫണ്ട് കിട്ടും ഇവർക്ക്. കുറച്ച് പൈസ ഈ ബിസിനസ്സിന് ചെലവാക്കേണ്ടി വരുള്ളൂ, ബാക്കി ഗവൺമെന്റ് ചെലവാക്കും. വേറെ ഒന്നുമല്ല, ഇന്ത്യയിൽ ഇത്രയും വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലയാണ് ചിപ്പ് എന്ന് പറയുന്നത്. ചിപ്പ് മാനുഫാക്ചറിങ് ഏറ്റവും കൂടുതൽ ചൈനയിലാണ് നടക്കുന്നത്. അവരെയാണ് നമ്മളെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് മാറ്റി ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ്. പിന്നെ വേറെ ന്യൂസ് ഒന്നുമില്ല അവിടെ. പിന്നെ സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ സ്പോർട്സ് പേജിൽ ഫോർമുല 1 റേസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഫോർമുല 1 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തിലെ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സ്പോർട്സ് ആണ് ഫോർമുല 1. സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. പിന്നെ ഫോർമുല 1 ഇപ്പോഴത്തെ ചാമ്പ്യൻ ആയിരുന്നു പഠിച്ചു വെച്ചോണം. മാക്സ് വെർസ്റ്റപ്പൻ ആണ്. മാക്സ് വെർസ്റ്റപ്പൻ. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പത്രം വായിക്കുക. അത് കറണ്ട് അഫയേഴ്സ് ഇമ്പ്രൂവ് ആവാൻ വേണ്ടി മാത്രമല്ല. ഞാൻ പറഞ്ഞു, ഇംഗ്ലീഷ് നിങ്ങൾക്ക് വൊക്കാബുലറി നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പ്ലാൻ എന്ന് ഞാൻ ഇന്നലെ കുറച്ച് കുട്ടികളോട് ചോദിച്ചായിരുന്നു. ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആവാൻ. കാരണം ബാങ്ക് എക്സാമിനും SSC എക്സാമിനും മറ്റ് UPSC എക്സാംസിനും എല്ലാ എക്സാംസിനും വൊക്കാബുലറി കോംപ്രിഹെൻഷൻ ബേസ്ഡ് ആയിട്ട് എക്സാം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്ലാൻ വേണ്ടേ? അതിനുള്ള പ്ലാനാണ് ഇതെന്ന് പറയുന്നത്. പത്രം വായിക്കുക. അതിനുവേണ്ടിയുള്ളൊരു അസിസ്റ്റൻസ് ആണ് ഈ വീഡിയോസ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.